നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻസ്റ്റന്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു ഇൻസ്റ്റന്റ് പുഡിംഗ് ആണ്. റസ്കും ന്യൂട്ടലയും ചേർത്തുണ്ടാക്കിയ ഒരു കിടിലൻ പുഡിംഗ് ആണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഓരോ പുഡിങ്ങിനും ഓരോരോ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ. ഈ പുഡിങ്ങിന്റെ പ്രത്യേകത പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഇത് തണുപ്പോടെയും ചൂടോടെയും നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നല്ല തണുപ്പുള്ള സീസണൊക്കെ അല്ലേ, ചൂടോടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണിത്. ഇനി ലെഫ്റ്റ് ഓവർ റസ്കോ ബ്രെഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ റസ്ക് ഉപയോഗിച്ചിട്ടാട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ബ്രെഡ് പോലെയല്ല, ബ്രെഡിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റാണ് റസ്ക് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ. എല്ലാവർക്കും നല്ല ചൂടുള്ള ചായയും റസ്കൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോഴതിൽ കുറച്ച് ന്യൂട്ടലയും കൂടി ചേർത്താൽ എങ്ങനെയിരിക്കും? നല്ല കിടിലനായിരിക്കില്ലേ? നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇത് എഗ്ലെസ് റെസിപ്പിയുടെയാണ്. മുട്ട പറ്റാത്തവർക്കും ഉപയോഗിക്കാം. പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിംഗാണ് ഒരു ഇൻസ്റ്റന്റ് പുഡിംഗ്. നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ ഇൻസ്റ്റന്റ് റസ്ക് ന്യൂട്ടല്ല പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ 2 കപ്പ് പാലാട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹോട്ട് പുഡിംഗ് ആണ് വേണ്ടതെങ്കിൽ ഈ പാല് ചൂടുള്ള പാൽ എടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത്യാവശ്യം നല്ല മധുരം തന്നെ വേണം ഈ പുഡിംഗ്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വാനില എസൻസ് ചേർക്കാം. ഏകദേശം 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഹോട്ട് പുഡിംഗ് ആണ് സെർവ് ചെയ്യുന്നതെങ്കിൽ നല്ല ആവി പറക്കുന്ന പാൽ തന്നെ എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പാലിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റസ്ക് എടുക്കാം. ഞാനിവിടെ 200 ഗ്രാമിൻ്റെ റസ്ക് ആട്ടോ എടുക്കുന്നത്. മിൽക്ക് റസ്ക് ആണിത്. മിൽക്ക് റസ്കിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് റസ്ക് എടുത്ത്. ഇനി ഈ റസ്കിനെ ഞാനൊരു പുഡിംഗ് ട്രേയിൽ സ്പ്രെഡ് ചെയ്യാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പുഡിംഗ് ട്രേയിൽ സ്പ്രെഡ് ചെയ്യാം ഈ റസ്കിനെ. ഈ പുഡിങ്ങിനെ നമ്മൾ വേവിക്കുകയോ ബേക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിലോട്ട് ചൈന ഗ്രാസോ ജെലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും ചേർക്കുന്നില്ല. എന്നാലും നല്ല പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ അടിയിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ ഞാൻ ഈ ട്രേയിലോട്ട് വയ്ക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സില്ലേ അത് ചേർക്കാം. ഈ റസ്ക് പെട്ടെന്ന് തന്നെ ഈ പാല് മുഴുവൻ അബ്സോർബ് ചെയ്യും കേട്ടോ. ഒഴിച്ചിങ്ങ് കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരുവിധമൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടെ അബ്സോർബ് ചെയ്ത് വരട്ടെ. എല്ലാ റസ്കും നന്നായിട്ട് തന്നെ സോക്കായിട്ട് വരണം. കണ്ടോ, അടിഭാഗമൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട്. പാലൊക്കെ ഒരുവിധം അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് സോക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ റസ്കുകൾ. ബ്രെഡ് ഉപയോഗിച്ചാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ റസ്ക് എടുത്തത്. അടുത്തതായിട്ട് നമുക്ക് ന്യൂട്ടല്ല എടുക്കാം. ഞാനിവിടെ ഹോം മെയ്ഡ് ന്യൂട്ടല്ല ആട്ടോ എടുക്കുന്നത്. ഈ ഹോം മെയ്ഡ് ന്യൂട്ടല്ല ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇവിടെ ഞാൻ 1/2 കപ്പ് ന്യൂട്ടല്ലയാണ് എടുക്കുന്നത്. 1 കപ്പ് വരെ ന്യൂട്ടല്ല എടുക്കാം. ഇത് ഞാൻ കോൾഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ തണുപ്പുള്ള ന്യൂട്ടല്ല കേട്ടോ എടുക്കുന്നത്. ഇനി ഹോട്ട് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നതെങ്കിലും ന്യൂട്ടല്ല തണുപ്പുണ്ടായിരിക്കരുത്. ഈ ന്യൂട്ടല്ലയെ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള റസ്കിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യാം. റസ്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, അപ്പോൾ പൊട്ടിപ്പോരുകയൊക്കെ ചെയ്യും. ശ്രദ്ധിച്ച് തന്നെ സ്പ്രെഡ് ചെയ്യണം. നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കാം. കുറച്ച് പ്രസ് ചെയ്തിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ റസ്ക് ഒന്ന് ആദ്യം പ്രസ് ചെയ്ത് കൊടുത്താലും മതി. എന്നാലേ ഉള്ളൂ നമ്മുടെ റസ്ക് നന്നായിട്ട് പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വരിക. ഇപ്പോൾ ഞാൻ ന്യൂട്ടല്ല റസ്കിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ തണുത്തതായതുകൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല ചൂടുള്ള പാലൊഴിച്ചിട്ട് ഹോട്ട് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഇനി ഞാനിതിനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും തന്നെ സെറ്റായിട്ട് വരും. നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് പോമിഗ്രാനേറ്റ് സീഡ്സ്, ഏകദേശം ഒരു 1/2 കപ്പോളം സീഡ്സ് ഉണ്ട്, അതുകൊണ്ട് ഗാർണിഷ് ചെയ്യാണ്. ഇനി ഫ്രീസറിലല്ല താഴെയാണ് വെക്കുന്നതെങ്കിൽ 2 മണിക്കൂറൊക്കെ വേണ്ടി വരും സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഇനി ഹോട്ട് പുഡിംഗ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സ് കൂടെ സ്പ്രെഡ് ചെയ്യാം. ഏത് നട്ട്സ് ഉണ്ടെങ്കിലും സ്പ്രെഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ആൽമണ്ട്സ് ആണ്. 2-3 ടേബിൾ സ്പൂൺ ആൽമണ്ട്സ് സ്ലൈസ് ചെയ്തത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്രിഡ്ജിലോട്ട് മാറ്റാം. 1/2 മണിക്കൂറിന് ശേഷമുള്ള പുഡിങ്ങാണിത്. പുഡിങ്ങൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റസ്ക് ന്യൂട്ടല്ല പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ.
സാധാരണ പുഡിങ് മുറിച്ചെടുക്കുന്ന പോലെ തന്നെ മുറിച്ചെടുക്കാൻ കിട്ടും. പുഡിങ്ങിന്റെ അത്രയും ഹാർഡായി തോന്നില്ല. ഒരു പുഡിങ് കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഒരു ജെല്ലി കൺസിസ്റ്റൻസി, ആ കൺസിസ്റ്റൻസി ആയിരിക്കുമേ. കണ്ടോ, ഇതുപോലെ കിട്ടും. ഇതിനെ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റസ്ക് ന്യൂട്ടല്ല പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഏത് സീസണിലും സെർവ് ചെയ്യാം കേട്ടോ. ഇത് നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. അതല്ല നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ നല്ല ഹോട്ട് പുഡിംഗ് ആയിട്ട് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.